സ്വർഗവും ഭൂമിയും ഒന്നായി ചേരുമീ വേദിയിൽ നാഥനർപ്പിച്ചിടും കാൽവരി യാഗത്തിനോർമ്മയാ അത്യുന്നത നാമം വാഴ്ത്തി പാടി മാലകമാർ ചേർന്നിടുന്നു. സ്തോത്രഗീതം പാടി ദിവ്യഗുരുവിൻ യാഗത്തിലൊന്നായിടാ. സ്വർഗവും ഭൂമിയും ഒന്നായി ചേരുമീ വേദിയിൽ നാഥനർപ്പിച്ചിടും കാൽവരി യാഗത്തിനോരമായി അത്യുന്നത നാമം വാഴ്ത്തി പാടി മാലാഖമാർ ചേർന്നിടുന്നു. സ്തോത്രഗീതം പാടി ദിവ്യഗുരുവിൻ യാഗത്തിലൊന്നായിടാ. സൽകൃത്യങ്ങൾ കോർത്തു തീർത്ത ജീവിതം കാഴ്ചയേകാം. പാപമെല്ലാം വെടിഞ്ഞ ഹൃദയം നൈവേദ്യമായി ഇന്നു നൽകാം. സൽകൃത്യങ്ങൾ കോർത്തു തീർത്ത ജീവിതം കാഴ്ചയേകാം. പാപമെല്ലാം വെടിഞ്ഞ ഹൃദയം നൈവേദ്യമായി ഇന്നു നൽകാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. നമുക്ക് വേണ്ടി ഒരു ശിശു ജാതനാകും, അവൻ ശക്തനായ ദൈവം എന്ന് വിളിക്കപ്പെടും. ഭൂമിയിലെ എല്ലാ ഗോത്രങ്ങളും അവനിൽ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഇത് വലിയ ശബ്ദാവിന്റെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ജോസഫിന്റെ കൃതജ്ഞത ആന്റണി, ഫ്രാൻസിസ് ചാൾസ് പന്നപ്പരിക്കൽ, ജോസഫ് ലില്ലി ഫെർണാണ്ടസ്, സമ്മി പാറക്കാട്ടിൽ, പൗലിൻ സെബാസ്റ്റ്യൻ, ഇവിടെ ആത്മശാന്തിക്കായിട്ട് കൂടി പ്രത്യേകം നമ്മൾ ദൈവബലി സമർപ്പിക്കുന്നു. യൗസേപ്പിതാവിൻ്റെ കൃതജ്ഞത നമ്മൾ ഈ വർഷം മുഴുവനും ഈ ഡിസംബർ 8 മുതൽ അടുത്ത ഡിസംബർ 8 വരെ പ്രത്യേകമായി സമർപ്പിക്കുവാനുള്ള അവസരമാണ് തിരുസഭ തന്നിരിക്കുക. യൗസേപ്പിതാവിൻ്റെ വർഷമായി പരിശുദ്ധ മാർപ്പാപ്പ 2008 മുതൽ 2021 വരെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ പള്ളി സെൻറ്റ് ജോസഫ്സിൻ്റെ നാമധേയത്തിലായതുകൊണ്ട് യൗസേപ്പിതാവിൻ്റെ പ്രത്യേക വരദാനങ്ങൾ ലഭിക്കുവാനും പ്രത്യേക മധ്യസ്ഥമായി നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും, നമ്മുടെ എല്ലാ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും യൗസേപ്പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ നമുക്ക് ഇന്ന് മുതൽ സമർപ്പിക്കുകയും ചെയ്യാം. ഈ ദിവ്യരഹസ്യമൊരുക്കത്തോടുകൂടി അർപ്പിക്കുവാൻ നമ്മുടെ പാപങ്ങളോർത്ത് മനസ്സ് വെച്ചിട്ട് പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. ആകയാൽ നെറ്റികൻ്റെയായ പരിശുദ്ധ മറിയത്തോടുമെല്ലാം മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, മാംസം ധരിച്ചുകൊണ്ടുള്ള അങ്ങേ പുത്രന്റെ ജനനം
ആസന്നമായിരിക്കുന്നു എന്നറിയുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കന്യകമറിയത്തിൽ നിന്ന് മാംസം ധരിക്കുവാനും ഞങ്ങളുടെ ഇടയിൽ വസിക്കുവാനും തിരുവുള്ളമായ ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവാകുന്ന വചനം അങ്ങേ അയോഗ്യദാസരായ ഞങ്ങളിൽ കാരുണ്യം ചൊരിയുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവായ ദൈവം ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ഇതാ, എനിക്ക് മുൻപേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. അപ്പോൾ യൂദായുടെയും ജെറുസലേമിൻ്റെയും ബലി പഴയ കാലത്തെന്ന പോലെ കർത്താവിന് പ്രീതികരമാകും. കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. കർത്താവിൻ്റെ വചനം. ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തന്റെ വഴി പഠിപ്പിക്കുന്നു. ശിരസുയർത്തി നിൽക്കുവിൻ, ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. കർത്താവിന്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നുള്ളവർക്കാതാണ്. അവിടുന്ന് തന്റെ ഉടമ്പടി അവരെ അറിയിക്കും. ശിരസുയർത്തി നിൽക്കുവിൻ, ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. പ്രഘോഷണം. ജനങ്ങളുടെ രാജാവും സഭയുടെ മൂലക്കല്ലുമായ കർത്താവേ, മണ്ണുകൊണ്ട് അങ്ങ് ചമച്ച മനുഷ്യനെ രക്ഷിക്കാൻ വരിക. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേര് അനുസരിച്ച് സക്രിയ എന്നവന് പേര് നൽകുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവളോട് പറഞ്ഞു,
നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ചു ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിൽ എഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായ തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. തിരുവചനം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. ജീവിതം മുഴുവൻ ബലിയായടയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുക്കുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായടയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുക്കുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി എന്നെ നൽകുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി എന്നെ നൽകുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായടയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുക്കുന്നു ഞാൻ. അമ്മയാമേരിയും നിർമ്മല സ്നേഹരും നമ്മളോടൊപ്പമുണ്ടീ ബലിയിൽ. അമ്മയാമേരിയും നിർമ്മല സ്നേഹരും നമ്മളോടൊപ്പമുണ്ടീ ബലിയിൽ. സ്വർഗം തുറക്കുന്ന പാവന ബലിയിൽ നാം ഒന്നു ചേരുന്നതെന്തു ഭാഗ്യം. സ്വർഗം തുറക്കുന്ന പാവന ബലിയിൽ നാം ഒന്നു ചേരുന്നതെന്തു ഭാഗ്യം. സഹോദരൻ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്ക് മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ സർവ്വ മുഴുവന്റെയും നന്മയ്ക്കുമായി കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ദിവ്യാരാധനയ്ക്ക് അതിൻ്റെ പൂർണ്ണതയിൽ ആരംഭം കുറിച്ച ഈ കാഴ്ചദ്രവ്യം അങ്ങുമായുള്ള ഞങ്ങളുടെ സമ്പൂർണ്ണ അനുരഞ്ജനമായി തീരട്ടെ. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സോടെ ഞങ്ങളുടെ രക്ഷകന്റെ ആഗമനം ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകമാതാവ് അവാച്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നവരുമായി കാണാനും തൻ്റെ മനുഷ്യാവതാര മഹാരഹസ്യത്തിന് ആഹ്ലാദപൂർവം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ
പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഈർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും
രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കനിവാരം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദീപത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദീപകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അവിടെ നിന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവിടെ നിന്നൊരു വാക്ക് ചെറുച്ചുമത്തിൻ്റെ ആത്മാവശമുണ്ടാക്കുക. കർത്താവിൻ്റെ തിരു ശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ദാനത്താൽ അങ്ങ് സമ്പുഷ്ടരാക്കിയ ഞങ്ങൾക്ക് അങ്ങേ സമാധാനം ദയാപൂർവം നൽകണമേ. അങ്ങനെ അങ്ങേ വത്സലപുത്രൻ ആഗതനാകുമ്പോൾ കത്തിച്ച വിളക്കുകളുമായി അവിടുത്തെ എതിരേൽക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സമാധാനത്തിൽ പോവുക. ദിവ്യബലി സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീതിപാലക സ്നേഹതാതനേ, നീയൊരു ഗതി പാരിൽ ആശയോടിതാ ആകുലർ ഞങ്ങൾ ആശ്രയം തേടി വരുന്നേ. നീതിപാലക സ്നേഹതാതനേ, നീയൊരു ഗതി പാരിൽ ആശയോടിതാ ആകുലർ ഞങ്ങൾ ആശ്രയം തേടി വരുന്നേ. പാപക്കടലിൽ ഉഴലും പാപികളായവർ ഞങ്ങൾ, പാപക്കടലിൽ ഉഴലും പാപികളായവർ ഞങ്ങൾ, കനിവിൻ തോണിയെ നൽകണേ രക്ഷ കവചം നീയാകണമേ. കനിവിൻ തോണിയെ നൽകണേ രക്ഷ കവചം നീയാകണമേ. നീതിപാലക സ്നേഹതാതനേ, നീയൊരു ഗതി പാരിൽ ആശയോടിതാ ആകുലർ ഞങ്ങൾ ആശ്രയം തേടി വരുന്നേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാരംഭ പ്രാർത്ഥന. വിശുദ്ധ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ ഏറ്റവും നിർമ്മല ഭർത്താവേ, എന്റെ സ്നേഹ സംരക്ഷക, നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അങ്ങയുടെ സംരക്ഷണം ആവശ്യപ്പെടുകയോ സഹായം യാചിക്കുകയോ ചെയ്തവരിൽ യാതൊരുവനും ആശ്വസിപ്പിക്കപ്പെടാതെ പരിത്യക്തനായിട്ടില്ല. ഈ പ്രത്യാശയോടെ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. സജീവ വിശ്വാസത്തോടെ എന്നെ അങ്ങേക്ക് ഫലമേൽപ്പിക്കുന്നു. എന്റെ പ്രാർത്ഥന പരിത്യജിക്കാതെ കരുണാപൂർവം സ്വീകരിക്കണമേ. വിശുദ്ധ യോസേപ്പേ, അങ്ങയുടെ ദയയുള്ള മധ്യസ്ഥത്താൽ ആപത്തിൽ നിന്ന് സ്വതന്ത്രനായി നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞാനിപ്പോൾ അങ്ങേക്ക് നൽകുന്ന എന്റെ ആത്മസമർപ്പണം വിശുദ്ധ യോസേപ്പ് പിതാവേ അങ്ങ് സ്വീകരിച്ചാലും നിത്യരക്ഷയുടെ മാർഗത്തിൽ അങ്ങന്റെ പിതാവും മധ്യസ്ഥനും നേതാവുമാകണമേ. എന്നെ മുഴുവനും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അത്യധികമായ ഹൃദയ നൈർമല്യവും ആന്തരിക ജീവിതത്തോട് തീവ്രമായ ഭക്തിയും എനിക്ക് തരണമേ. അങ്ങയുടെ മാതൃകയെ അനുകരിച്ച് ഈശോയുടെ തിരുഹൃദയത്തോടും മറിയത്തിന്റെ വിമല ഹൃദയത്തോടും അങ്ങയോടും ചേർന്നുകൊണ്ട് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന്റെ കൂടുതൽ മഹത്വത്തിന് വേണ്ടി നിയന്ത്രിക്കുവാൻ എന്നെ സഹായിക്കണമേ. മരണസമയത്ത് അങ്ങ് അനുഭവിച്ച സമാധാനത്തിലും സന്തോഷത്തിലും എന്നെ ഭാഗവാക്കാക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദാവീദിൻ തനയാ മാറിയം സിൽപുതാദാ
ദാഹമോടണയുന്നു നിൻ സവേദൈ ദാനദായകനേ. കന്യകാമേരി തൻ പുണ്യനായകനേ, വാഴ്ത്തി പാടിടാം ദിവ്യതാപസനെ ദീപ്തി തൂകിടണേ. സ്നേഹം നിറഞ്ഞോരോ താനല്ലോ ദേഹി ഞങ്ങളെ വേർപിരിഞ്ഞാകിൽ ചേർക്കണേ നിൻ രാജേ. നൊവേന പ്രാർത്ഥന. മഹത്വമേറിയ വിശുദ്ധ യോസേപ്പേ, ഈശോ മിശിഹായുടെ വിശ്വസ്തനായ അനുഗാമി, അങ്ങേപ്പക്കൽ ഞങ്ങളുടെ ഹൃദയങ്ങളും കരങ്ങളും ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങൾക്ക് ആധ്യാത്മികമായും ലൗകികമായും ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദയാപൂർണനായ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് വാങ്ങിത്തരണമേ. പ്രത്യേകമായി നല്ല മരണത്തിനുള്ള അനുഗ്രഹവും ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നമ്മുടെ ദൈവങ്ങൾ മൗനമായി നമ്മുടെ ഈ നന്മയും ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിരുമുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ പ്രാർത്ഥന കരുണാപൂർവം ശ്രവിക്കപ്പെടുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഞങ്ങളുടെ ഗൽഗുരവും നെടുവീർപ്പും അങ്ങ് ശ്രവിക്കണമേ. നിലവിളി അങ്ങ് കേൾക്കണമേ. അശരണരായ ഞങ്ങളുടെ കാണിക്കകൾ അങ്ങ് കൈവിടരുതേ. ഈ ദുഃഖങ്ങൾ കൈമാറി ശാന്തിയും മനസമാധാനവും ക്രിസ്തുവിൽ നിന്ന് വാങ്ങിത്തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ആമേൻ. നിത്യനായ ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ ജനം ഈ നവതാൽ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യം നവമായി ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ സർവോപരി ഊർജ്ജസ്ഥരാകുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രതിസന്ധിയിൽ അചഞ്ചലമായ വിശ്വാസത്തോടും തീക്ഷ്ണമായ പ്രത്യാശയോടും കൂടെ ദൈവതിരുക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളസമൃദ്ധിയും തൊഴിൽ സ്ഥിരതയും വ്യാവസായിക നീതിയും വഴി സാമൂഹിക സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്കും ലഭ്യമാക്കണമേ എന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാറ്റിലും കൂടിലും കടലിലും മത്സ്യബന്ധത്തിന് പോകുന്നവരെ അങ്ങ് കാത്തുരക്ഷിക്കുകയും പെട്ടെന്നുണ്ടാകുന്ന അക്രമങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്ന് അവരെ സുരക്ഷിതരാക്കണമേ എന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും നിരാലംബരായി ഉഴലുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യയന കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കുവാനും അതുവഴി അവർ ഉത്തമ ജീവിത മൂല്യമുള്ളവരായി വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവക്കൾക്ക് ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനും വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുവാനും കൃപയേകണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ തിരുസന്നിധിയിൽ സ്വീകാര്യമാകുന്നതിനും അങ്ങയുടെ അനന്തകാരുണ്യത്താൽ അവയ്ക്ക് സമൃദ്ധമായ ഫലശുദ്ധി ഉണ്ടാകുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവിനെ നിയോഗിച്ചു നൽകുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങേ പക്കൽ ഞങ്ങൾ സമർപ്പിച്ച യാചനകളും അപേക്ഷകളും ദയാപൂർവം സ്വീകരിക്കണമേ. അങ്ങേ തിരുമനസ്സിനിണങ്ങിയ വിധം ഞങ്ങളെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും വിഷമതകളിൽ നിന്നും കാത്തു പരിപാലിക്കുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. കൃതജ്ഞ പ്രാർത്ഥന ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാര സ്മരണയായി
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നീക്കുവാമേൻ. ഈശോ മിശിഹായുടെ അങ്ങേക്കുള്ള സ്നേഹത്തെക്കുറിച്ചും ഈശോയുടെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ അപേക്ഷകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. ഈശോ മിശിഹായുടെ അങ്ങേക്കുള്ള സ്നേഹത്തെക്കുറിച്ചും ഈശോയുടെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ അപേക്ഷകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. ഈശോ മിശിഹായുടെ അങ്ങേക്കുള്ള സ്നേഹത്തെക്കുറിച്ചും ഈശോയുടെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ അപേക്ഷകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങ് ദാസനായ വിശുദ്ധ പിതാവിന്റെ തിരുസന്നിധിയിലൂടെ അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മധ്യശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നിൻ സുതരേ അനിശം ക്രിസ്തു ശ്രവിച്ചിടണേ. ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ ക്രിസ്തു കൈക്കൊള്ളണമേ. ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ സ്വർഗസ്ഥ ദൈവതാദാ ഞങ്ങളെ പാലിക്കണേ. രക്ഷക ദേവസുധാ ഞങ്ങളെ പാലിക്കണേ. ദേവമാം ശുദ്ധാരൂപി ഞങ്ങളെ പാലിക്കണേ. ത്രിത്വൈക ദൈവമേ നീ ഞങ്ങളെ പാലിക്കണേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പിതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദാവീദിൻ സ്നേഹസോനോ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഗോത്രദാതാ പ്രഭയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദേവമാതാവിൻ കാന്ത ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കന്യക പാലകനെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ പുണ്യതാതാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. രക്ഷക പാലകനെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദിവ്യ കുടുംബനാഥ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നീതിമാനാം യൗസേപ്പേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിരക്തനാം യൗസേപ്പേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിവേകിയാം യൗസേപ്പേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ധീരനാം മാർ യൗസേപ്പേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിനയത്തിൻ മാതൃകയെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിശ്വസ്തനാം യൗസേപ്പേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദാരിദ്ര്യ സ്നേഹിതനെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. തൊഴിലാളി മധ്യസ്ഥനെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വീടിനാലങ്കാരമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ശുദ്ധത പാലകനെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഗേഹത്തിൻ ആധാരമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നിർഭാഗ്യർക്കാശ്വാസമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നന്മരണതാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സാത്താന്റെ സംഭ്രമമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സത്യസഭാ പാലക ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ലോകപാ
പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളോട് നിത്യം ക്ഷമിക്കണമേ. ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളെ നീ നിത്യമനുഗ്രഹിക്ക. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ നാഥനായി നിയമിച്ചു, സമ്പത്തുകളുടെയും നായകനുമാക്കി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ അവർണ്ണനീയമായ പരിപാലനത്താൽ അങ്ങേ പുത്രന്റെ ഏറ്റവും പരിശുദ്ധയായ മാതാവിന്റെ പ്രതാപായി വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുക്കുവാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ഭൂമിയിൽ ഞങ്ങളുടെ ഈ സംരക്ഷകനെ വണങ്ങുന്ന ഞങ്ങൾക്ക് സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായ അദ്ദേഹത്തെ ലഭിക്കുവാൻ അർഹത നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സ്വസ്തി സ്വർലോകരാണി മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മന്നിൽ രക്ഷകദീപം കന്യേ മഹത്വം പിറന്ന തന്നെ മനോഹരിതായേ ആമോദമാർന്നു നീ വെൽക രക്ഷാസുതയ്ക്കുഞ്ഞുറവാ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, മനസ്സിന്റെയും ശരീരത്തിന്റെയും ശാശ്വതമായ ആരോഗ്യത്തിൽ അങ്ങേ ദാസരായ ഞങ്ങൾക്ക് സന്തോഷിക്കുവാനും പരിശുദ്ധ കന്യകമറിയത്തിന്റെ മഹത്വമേറിയ മധ്യസ്ഥത്താൽ ഈ കാലയളവിലെ വിഷമതകളിൽ നിന്ന് വിമുക്തരായി നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ നിത്യദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. എത്രയും ദയുള്ള മാതാവേ, സംഗീതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി മധ്യസ്ഥം അപേക്ഷിച്ചവരെ ആരെയും അപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് ഓർക്കുന്നു. കന്യകളുടെ രാജ്ഞിയായ മറിയമേ, ദയുള്ള മാതാവേ, വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട പ്രാർത്ഥനയിൽ ഞാൻ ഉണർന്നു. എൻ്റെ വെറുപ്പെട്ട കണ്ണുനീർച്ചിൻ്റെ പാപിയായ ഞാൻ എൻ്റെ ദയാധിക്യത്തെ കാത്ത് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷ രക്ഷിക്കാതെ പൂർവ്വം കൂട്ടരുളാണ്. സമാധാനത്തിൻ്റെ രാജ്ഞി, സമാധാനത്തിൻ്റെ രാജ്ഞി, സമാധാനത്തിൻ്റെ രാജ്ഞി, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പിതാവേ, കരുണയും മമനാഥായ എന്നെ കനിവോടോർക്കണമേ. മാമക ജീവിതം ഒരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂരിതമാണ്, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, ലോകത്തിൽ നിന്ന് ഞങ്ങളുടെ പക്കലേക്ക് വിളിക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ദാസൻ ഫ്രാൻസിസ് ആലച്ചന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ. അയാളെ എല്ലാ പാപങ്ങളിൽ നിന്ന് മോചിച്ച് നിത്യമായ ശാന്തിയും പ്രകാശവും ആനന്ദവും നൽകി അനുഗ്രഹിക്കുകയും നിന്റെ പ്രിയപുത്രന്റെ ഉയർപ്പിന്റെ നിത്യമഹിമയിൽ പങ്കാളിയാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. ആഴമതിൽ ഞാൻ കീഴുകയാണ്, അഴലുകൾ നീക്കണമേ. എന്നുടെ
ക്ഷമിക്കണമേ. കർത്താവേ കനിയണമേ. കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കർത്താവേ കനിയണമേ. കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂരിതമാണ്. ഇവിടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങളെ കുരിശിന്റെ രഹസ്യത്താൽ അങ്ങ് ശക്തിപ്പെടുത്തുകയും അങ്ങ് തിരുക്കുമാരന്റെ മഹനീയമായ പുനരുത്ഥാന ചിഹ്നത്താൽ അടയാളപ്പെടുത്തുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് സാലസിനെ പാപഫലങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നരരുടെ ദൃഷ്ടിയിൽ നിന്നും അവരുടെ സ്മരണയിൽ നിന്നും ഇതാ മറയുകയാണീ കാലമതിനോട് തിരശീലയതിനുള്ളിൽ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂരിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ദൈവമേ, കനിവാർന്ന എല്ലാ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും നിത്യരക്ഷ അവിടെ നിന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവല്ലോ. ഞങ്ങളിൽ നിന്ന് മരണത്തോടുകൂടി ഈ ജീവനം പിരിഞ്ഞുപോയ പ്രിയ സഹോദരൻ ഫ്രാൻസിസ് സാലസ് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെയും എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥത വഴി സ്വർഗീയ സൗഭാഗ്യം പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഈ സഹോദരന്റെ ആത്മാവും മരിച്ചുപോയ മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്താൽ എന്നും സമാധാനത്തിൽ ആശ്വസിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് അച്ഛന്മാരുടെ കോൺഫറൻസ് ആലപ്പുഴ ഉള്ളത് കൊണ്ട് 8:30 എനിക്ക് ഇവിടെ നിന്ന് പോകേണ്ടതാണ്. അപ്പോൾ കുമ്പസാരമൊക്കെ ഉച്ചകഴിഞ്ഞായിരിക്കും. ഞാൻ ഉച്ചകഴിഞ്ഞ് വരുള്ളൂ. രാവിലെ ഞാൻ ഓഫീസിലുണ്ടാകുകയില്ല എന്നറിയിക്കുന്നു.